بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഷംസിയായ ലാമിനെ സംബന്ധിച്ചാണ്. ഷംസിയായ ഹർഫുകൾ. ഷംസിയായ ലാം ഉച്ചാരണത്തിൽ വരാത്തതാണ്, അഥവാ ലാം ശേഷമുള്ള അക്ഷരത്തിൽ ലയിച്ച് ചേർന്ന് കനപ്പിച്ച് ഉച്ചരിക്കുന്ന രൂപമാണ്. അക്ഷരങ്ങളിലേക്ക് ശ്രദ്ധിക്കാം, ഖായിദയിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യത്തെ അക്ഷരം തോ. തോയിന് ഉദാഹരണം ആദ്യം അലിഫ് ലാം, ശേഷം തോ ഷദ്ദ ഫത്ഹ, റോ സുക്കൂൻ, ഫ കസ്റ. അത്തൊർഫി ഉച്ചാരണം അത്തൊർഫി. വഖഫ് ചെയ്യുമ്പോൾ അത്തൊർഫ്. ഇവിടെ അൽ എന്ന ഉച്ചാരണം ഉണ്ടാവുകയില്ല. ലാം ശേഷമുള്ള അക്ഷരത്തിലേക്ക് ലയിച്ച് കനപ്പിച്ച് ഉച്ചരിക്കുകയാണ്. ഇതാണ് ഷംസിയയും ഖമരിയയും തമ്മിലുള്ള വ്യത്യാസം. അൽ എന്ന ഉച്ചാരണം ഉണ്ടാകും ഖമരിയാണെങ്കിൽ, അൽ എന്ന ഉച്ചാരണം ഇല്ലാതെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് കനപ്പിച്ച് ഉച്ചരിക്കുന്ന രൂപമാണ് ഷംസിയയുടെ രൂപം. ഇനി കസ്റാക്കപ്പെട്ടതിന് ഉദാഹരണം അത്തിഫ്ലി, അത്തിഫിൽ, അത്തിഫ്ൽ, അത്തൂരി, അത്തൂർ. ഇനി ലാമിന് ശേഷം അലിഫ് ലാം വരുന്നതിന് ഉദാഹരണം ലിത്താഗീന, ലിത്താഗീൻ. ലിൽ താഗീൻ എന്ന് ഓതുകയില്ല, കാരണം ഷംസിയയാണ്. ഖമരിയയിലായിരുന്നെങ്കിൽ ലിൽ എന്ന ഉച്ചാരണം വരുമായിരുന്നു. അതാണ് ഇതിലുള്ള വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. അക്ഷരങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തോയിന് തന്നെ മറ്റൊരു ഉദാഹരണം ചേർത്തി ഓതുമ്പോഴുള്ള ഉദാഹരണം ബിത്താഗിയതി. വഖഫ് ചെയ്യുമ്പോൾ ബിത്താഗിയ. അവിത്തിഫ്ലി, അവിത്തിഫ്ലി, അവിത്തിഫ്ൽ, വത്തൂരി, വത്തൂർ. ഇനി ഫഇന് ഉദാഹരണം അസ്സറ, അൽസറ എന്ന് ഓതുകയില്ല, കാരണം ഷംസിയയായതാണ് അതിൻ്റെ കാരണം. കസ്റാക്കപ്പെട്ടതിന് ഉദാഹരണം അസ്സിഖാല, അസ്സിഖാൽ, അസ്സുലുസു, അസ്സുലുസ്. ലാമിന് ശേഷമുള്ള ഉദാഹരണമില്ല. ഇനി ചേർത്തി ഓതുമ്പോഴുള്ള ഉദാഹരണം വസ്സമറാത്തി, വസ്സമറാത്ത്, അസ്സഹാബ അസ്സിഖാല, അസ്സഹാബ അസ്സിഖാൽ. അവിടെയും അൽ സഹാബ എന്നോതുകയില്ല. അതുപോലെ അൽ സിഖാൽ, ഇൽ എന്ന ഉച്ചാരണം വരുന്നതേയില്ല. അതാണ് ഷംസിയയുടെ വ്യത്യാസം. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. ഫലഹുന്നസ്സുമുനു, ഫലഹുന്നസ്സുമുൻ. അടുത്ത അക്ഷരം സ്വാദ്. അസ്സഖ്റ, അസ്സഖ്ർ, അസ്സഖ്ർ. അസ്സിദ്ഖി, അസ്സിദ്ഖ്, അസ്സുബ്ഹു, അസ്സുബ്ഹ്. صاد للصلاة، للصلاة. ചേർത്തി ഓതുന്നതിന് ഉദാഹരണം ബിസ്സബ്രി, ബിൽ സബർ എന്ന ഉച്ചാരണം ഉണ്ടാവുകയില്ല. ബിസ്സബ്ർ, ബിസ്സുദ്ഖി, ബിസ്സുദ്ഖ്, വസ്സുൽഹു, വസ്സുൽഹ്. ഇതാണ് ഖമരിയയുടെയും ഷംസിയയുടെയും വ്യത്യാസം. ലാം ഉച്ചാരണം ഉള്ളതും ഇല്ലാത്തതുമായി പ്രത്യേകം മനസ്സിലാക്കുക.